എൻ്റെ പേര് ജോസം ജെ മടത്തിക്കുന്നേൽ. വീട് മാനന്തവാടിയാണ്, വയനാട് ജില്ലയിൽ. ഞാനിവിടെ ആയിരിക്കുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ വഴി ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ഏറ്റുപറയാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോണത് എൻ്റെ വീട് പണിയെക്കുറിച്ചാണ്. ഞങ്ങൾ 20 കൊല്ലം അധികമായി ഞങ്ങൾ നല്ലൊരു വീട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ചെറുപ്പം തൊട്ടേ എൻ്റെ അമ്മ ഞങ്ങളോട് പറയുമായിരുന്നു നല്ലൊരു കുഞ്ഞു വീട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ചെറുപ്പത്തിൽ ദൈവമേ ഞങ്ങൾക്കൊരു കുഞ്ഞു വീട് തരണേ എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഒരു ചെറിയൊരു ഷെഡിലാണ് ഞങ്ങൾ, ഒരു ആസ്പെറ്റോസ് ഇട്ട ഒരു ചെറിയൊരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. 4 വർഷം മുന്നേ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾ പണി തുടങ്ങി. പക്ഷേ തുടങ്ങുമ്പം പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെന്നാലും പപ്പ എങ്ങനെയോ തുടങ്ങി. ഞങ്ങൾ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരായിരുന്നു. പ്രളയം വന്നിട്ട് വാഴക്കൃഷിയായിരുന്നു, എല്ലാം നശിച്ചു പോവുക ചെയ്തേ. ഞങ്ങൾ മുടക്കിയ മുതൽ പോലും കിട്ടാത്ത സാഹചര്യങ്ങളുണ്ടായി. ആ സാഹചര്യത്തിൽ നിന്നാണ് ഞങ്ങൾ വീട് പണി തുടങ്ങിയത്. ഞങ്ങൾ ചെറുപ്പം മുതലേ എൻ്റെ ചാച്ചനും അമ്മച്ചിയും ഞങ്ങൾക്ക് പറഞ്ഞു തന്നതുപോലെ ഞങ്ങൾ പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ജീവിതത്തിൽ ഒരു അനുഭവമായിട്ട് ഒന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് എൻ്റെ കസിൻ, അവളുടെ കൂടെ അവൾ പറഞ്ഞിട്ട് ഞാൻ ഈ ദേവാലയത്തിൽ വന്നു, അവളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ആ പുറകിൽ ആ ചേട്ടന്മാരിരിക്കുന്ന പോലെ ഞാനും അവിടെ ഇരുന്നു. അന്ന് നിറച്ചും ആൾക്കാരുണ്ട് പള്ളിയിൽ. അലസനായി തന്നെ ഞാൻ ഇരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നു. കുറേ നേരമൊക്കെ അവിടെ ഉറങ്ങി ഇരിക്കുകയാണ് ചെയ്തത്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളിലൊന്നും എനിക്കൊരു വിശ്വാസവും ഉണ്ടായില്ല. പക്ഷേ എൻ്റെ കസിൻ അവൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ കുറച്ചൊക്കെ അത് ഫോളോ ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ അത് മറന്നുപോയി. പിന്നെ ആ കാര്യം തന്നെ മറന്നുപോവുകയാണ് ചെയ്തത്. പിന്നെ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു കൂട്ടുകാരത്തി ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയപ്പം എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി എടുക്ക്, മാതാവ് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പണ്ട് തന്ന പ്രാർത്ഥന ബുക്കുകൾ, കാശുരൂപമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കൊരു വിശ്വാസം പിന്നെയും തോന്നി. ഞാൻ ആദ്യം തൊട്ട് പിന്നെയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആ രണ്ടാമത് ഉടമ്പടി പുതുക്കിയ ശേഷം ഞങ്ങളുടെ വീട് പണി കുറച്ചും കൂടെ സ്പീഡായിട്ട് തീരാൻ തുടങ്ങി. എൻ്റെ പപ്പനെ ചോദിച്ചാൽ പപ്പയ്ക്ക് അറിയത്തില്ല എവിടുന്നാണ് പൈസ കിട്ടിയേ, ആരാ തന്നേന്ന്. ഞങ്ങളൊരു കുഞ്ഞു വീട് കിട്ടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾക്കിന്ന് വലിയൊരു ഭവനം തന്നെയാണ് ദൈവം തന്നത്. അപ്പം ഞങ്ങളുടെ പപ്പേൻ്റെ ബാക്കി സഹോദരങ്ങൾക്കും അമ്മേൻ്റെ വീട്ടിലും ഒക്കെ എല്ലാവർക്കും നല്ല നല്ല വീടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മാത്രമായിരുന്നു ഇല്ലാതിരുന്നത്. അപ്പം പെരേക്കൂടലിനൊക്കെ വരുമ്പം അവർക്ക് അത്ഭുതമാണ് ഇത്രയും നല്ലൊരു ഭവനം എങ്ങനെ കിട്ടിയെന്ന്. ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനേ ഉള്ളൂ, അമ്മേൻ്റെ കൃപാസന അമ്മേൻ്റെ മാതാവിൻ്റെ സഹായത്തോടെ ദൈവം ഞങ്ങൾക്ക് തന്ന ഭവനാണ്. എല്ലാവർക്കും പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിദേശത്ത് നിന്ന് ആരെയും പൈസ തന്നോ? ഒരിക്കലുമല്ല, ആരും ഞങ്ങളങ്ങനെ സഹായിച്ചിട്ടില്ല. എൻ്റെ പപ്പയ്ക്ക് എൻ്റെ മാതാവ് എങ്ങനെയൊക്കെ കൊടുത്തു, എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പപ്പയ്ക്കും അറിയത്തില്ല. പപ്പ പറയും, എൻ്റെ ആ സമയത്ത് ആരൊക്കെയോ വഴി എങ്ങനെയോ പൈസ കിട്ടി, അത് പൂർത്തീകരിച്ചു. ഞങ്ങൾ പെയിൻ്റ് അടിക്കണമെന്ന് കരുതിയല്ല, പക്ഷെ നല്ല പെയിൻ്റ് അടിക്കാൻ പറ്റി. മതിൽ കെട്ടണമെന്ന് കരുതിയതല്ല, മതിൽ കെട്ടാൻ പറ്റി. ആ വീട്ടിലേക്ക് ഇനി ഒരു സാധനം വാങ്ങാനില്ല, ഒരു മെയിൻ്റനൻസ് പണിയോ ഇനി അഡീഷണലായിട്ട് എടുക്കാനില്ല. അത്രയും മനോഹരമായിട്ടുള്ളൊരു വീട് ദൈവം തന്നു. അപ്പം പെരേക്കൂടൽ കഴിഞ്ഞ്, പെരേക്കൂടലിന് സമയത്ത് നമുക്ക് കൊറോണ കൂടുതൽ കൂടി. അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഞങ്ങളുടെ പെരേക്കൂടലിന് കൂടണമെന്ന്. പക്ഷേ കൊറോണ കൂടിയതുകൊണ്ട് ഗവൺമെൻറ് പറഞ്ഞു അധികം ആൾക്കാരെ പറ്റില്ല എന്ന്. പക്ഷേ ഞങ്ങൾ ഫെബ്രുവരി 12-ാം തീയതിയാണ് പെരേക്കൂടൽ ഉദ്ദേശിച്ചത്. അന്ന് തലേന്നാണ് ഗവൺമെൻറ് പങ്കെടുക്കാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം കൂട്ടി. അപ്പം 3 നേരമായിട്ട് ഏകദേശം 1000 പേരോളം, രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രിയായിട്ട് 1000 പേരോളം ഞങ്ങളെ വീട്ടിൽ വന്ന് കണ്ട് അവർക്കും വലിയ അത്ഭുതവും സന്തോഷമാണ് ഞങ്ങളുടെ ഭവനം കണ്ടിട്ട്. അപ്പം അതിന് നന്ദി പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒരു കൂട്ടുകുടുംബം പോലെയാണ്. എൻ്റെ പപ്പയ്ക്ക് 10 സഹോദരങ്ങളുണ്ട്. ഞങ്ങൾ 6 സഹോദരങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. എല്ലാവരുടെ വീട്ടിലും ഒരേ സമയത്ത് കൊറോണ വന്നു. എൻ്റെ പപ്പയ്ക്ക് വന്നു, പപ്പേൻ്റെ ആങ്ങളമാരുടെ ചാച്ചനും അമ്മയ്ക്കും എല്ലാവർക്കും വന്നു. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് അവരുടെ കൂടെ ഞാൻ കിടന്നതാണ്, ഭക്ഷണം കഴിച്ചതാണ്, ഒരുമിച്ച് പോയതാണ്. ദൈവം അനുഗ്രഹിച്ച് എന്നെ കൊറോണ പിടിച്ചേ ഇല്ല. ഞാനിപ്പോൾ എറണാകുളത്ത് IELTS പഠിക്കുകയാണ്. ഈ ശനിയാഴ്ചയാണ് എൻ്റെ എക്സാം. അവിടെയും ഞാൻ കൂടെ കഴിഞ്ഞവർക്കും ഒക്കെ കൊറോണ പിടിച്ചു. പക്ഷേ എനിക്ക് മാത്രം ദൈവം കൊറോണ തന്നില്ല. അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ അമ്മ എനിക്ക് എന്നെ കാത്തു പാലിച്ചതാണെന്ന്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ IELTS ചേരുമ്പം ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കസിൻ്റെ കൂടെയാണ് എറണാകുളത്ത് നിന്നത്. അപ്പോൾ ചേട്ടായി എന്തോ ആവശ്യത്തിന് ആലപ്പുഴയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ഉണ്ട്, എനിക്ക് കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വന്നു, ഇവിടെ പ്രാർത്ഥിച്ചു. ചേട്ടായിയും എൻ്റെ കൂടെ വന്നു. ചേട്ടായിക്കും അങ്ങനെ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല.
ചേട്ടായിക്ക് കുറേ ബിസിനസ് നടത്തി പൊളിഞ്ഞു പോയിട്ട് കുറേ കടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായി ഇവിടെ ജസ്റ്റ് വന്ന് ഇത്രേ പറഞ്ഞുള്ളൂ, മാതാവേ എനിക്ക് കടം വീട്ടാനുള്ള ഒരു വഴി നീ കാണിച്ചു തരണേന്ന്. ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങ് പാസ് ചെയ്ത് തിരികെ എറണാകുളത്ത് പോവുകയാണ്. അന്നേരം തന്നെ ചേട്ടാൻ്റെ കൂട്ടുകാരൻ്റെ മെസ്സേജ്, ഗാംബിയ എന്നൊരു വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രിയാണ്, അവിടെ പറഞ്ഞു ഒരു ഹൈപ്പർ മാർക്കറ്റിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വേക്കൻസി ഉണ്ട്, നീ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു. ചേട്ടായി അപ്ലൈ ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഈ കഴിഞ്ഞ മാസങ്ങളിൽ 3-4 പ്രാവശ്യം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ചേട്ടായിക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ചേട്ടായി കഴിഞ്ഞ ദിവസം ഗാംബിയയിലെത്തി. പലരും വിചാരിക്കും ആഫ്രിക്കൻ കൺട്രി ആയതുകൊണ്ട് പേടിച്ചാണ് എല്ലാവരും പറഞ്ഞു വിട്ടത്. പക്ഷേ നമ്മളെ കേരളത്തെ പോലെ തന്നെ ഒരു കൺട്രിയാണ് ഗാംബിയ എന്ന് പറയുന്നത്. അപ്പോൾ ചേട്ടായി പറയുകയാണ് ആ കമ്പനിക്കാരെ വിട്ട വണ്ടി ബെൻസ് കാറിലാണ് ചേട്ടായിനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അത്രയും വലിയൊരു അനുഗ്രഹമാണ് മാതാവ്. വലിയ വിശ്വാസത്തോടെ ഒന്നും അല്ല ചേട്ടായി വന്നിവിടെ പ്രാർത്ഥിച്ചത്, പക്ഷേ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ മാതാവ് എനിക്ക് എൻ്റെ കടം വീട്ടാനൊരു വഴി കാണിച്ചു തരുന്നത്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ മാതാവ് കൂട്ടിക്കൊണ്ട് പോയി. അപ്പോൾ ചേട്ടാ ഞങ്ങളോട് പറയണേ, എൻ്റെ ബെൻസ് കാറിലാണ് അവർ കൂട്ടാൻ വേണ്ടി വന്നേ. നമ്മുടെ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ദിവസം 2500-3000 രൂപ കൊടുക്കുന്ന തരത്തിലുള്ള നമ്മൾ വാടകയ്ക്ക് അല്ലെങ്കിൽ ഒരു ദിവസം പേ ചെയ്യേണ്ട തരത്തിലുള്ള ഒരു റൂം, അതാണ് ചേട്ടായിക്ക് 2 വർഷത്തേക്ക് അവിടെ കൊടുത്തത്. അത്രയും സെറ്റപ്പായിട്ടുള്ള ഒരു സ്ഥലം മാതാവ് കൊടുത്തു. ചേട്ടാ ഇന്ന് തൊട്ട് അവിടെ ജോയിൻ ചെയ്തു. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കസിൻ ചേച്ചി സെറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് കിട്ടിയ അനുഭവമൊക്കെ ഞങ്ങളിങ്ങനെ കുടുംബക്കാരൊക്കെ ഷെയർ ചെയ്തുമ്പോൾ ചേച്ചീനോട് ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഇവിടെ കൃപാസനമുണ്ട് പ്രാർത്ഥിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. സെറ്റ് ചെയ്യിക്കണമെന്നൊന്നും പറഞ്ഞ് കണ്ടീഷൻ വെച്ചു. എക്സാം ഒരു ഞായറാഴ്ചയാണ്. അന്ന് കൊറോണ വന്നതുകൊണ്ട് അത്യാവശ്യം കടകൾ മാത്രമേ തുറന്നിട്ടുള്ളൂ, മറ്റ് കടകളൊന്നുമില്ല. ചേച്ചി എക്സാം സെൻറ്ററിലെത്തി കയറാൻ നോക്കുമ്പോൾ ഹാൾ ടിക്കറ്റ് എടുത്തില്ല. ചേച്ചി ഫുള്ള് ടെൻഷനായി. അപ്പം അതിൻ്റെ പ്രിൻ്റ് അതിൻ്റെ കോപ്പി ഫോണിലുണ്ട്. അപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് കടയും തപ്പി ഇവർ പുറത്തേക്ക് പോയി. അപ്പോൾ അന്ന് ഞായറാഴ്ചയും കൂടിയാണ്, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര ടെൻഷനായി. പക്ഷേ അന്നേരം ചേച്ചീൻ്റെ ചെവിയിൽ വന്നിട്ട് ഒരു ശക്തി പറയുകയാണ്, അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ശക്തി പറയുകയാണ്. അപ്പോൾ ആ ചേച്ചി സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. അപ്പോൾ സൂപ്പർ മാർക്കറ്റിനോട് ആ ചേട്ടനോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ പ്രിൻ്റർ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ കരുതിയത് ഇവിടെ പ്രിൻ്റർ വിൽക്കാനുണ്ടോയെന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഇറങ്ങി. അപ്പോൾ പിന്നെയും ചെവിയിൽ ഒരു ശക്തി പറയുകയാണ്, പ്രിൻ്റ് എടുത്ത് വരുമോ എന്ന് ചോദിക്കാൻ. കാരണം അവിടെ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്, തക്കാളിക്ക് ഇത്ര രൂപ ഇതൊക്കെ പറഞ്ഞ് ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ആയിട്ട് അവിടെ പ്രിൻ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ഇതേപോലെ എനിക്ക് എടുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ചേച്ചി അവിടെ പോയിട്ട് അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞപ്പോൾ ചേച്ചീനോട് ചോദിച്ചു, നിങ്ങളോട് ആരാ ഈ സൂപ്പർ മാർക്കറ്റിൽ പ്രിൻ്റർ ഉണ്ടെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്കൊരു ശക്തി ഇങ്ങനെ തോന്നി, ഞാനങ്ങനെ അതുകൊണ്ട് വന്നതാന്ന് പറഞ്ഞു. ചേച്ചി പോയി പ്രിൻ്റ് എടുത്തു, പോയി എക്സാം എഴുതിയിട്ട് ചേച്ചി അത്ഭുതം എന്ന് പറയട്ടെ, ചേച്ചി പാസ്സായി. ആ സെറ്റ് എക്സാമിൽ എനിക്ക് കറക്റ്റ് പറയാൻ അറിയത്തില്ല, ഏതോ ഒരു രീതിയിൽ ഏറ്റവും ടോപ്പ് 120 പേർക്കാണ് ഇത്ര മാർക്ക് വന്നേക്കുന്നത്. ആ 120 പേരിൽ എൻ്റെ ചേച്ചിയുണ്ട്. ചേച്ചിക്ക് പാസ്സാവാൻ പറ്റി. ഇതെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അനുഗ്രഹമാണ്. എല്ലാവർക്കും യേശുനാമത്തിൽ എല്ലാവരുടെയും പേരിൽ യേശുനാമത്തിൽ നന്ദി പറയുന്നു. ഇവിടെ പറയുന്ന കണ്ടീഷൻസ് ഞാൻ അങ്ങനെ പാലിക്കാറുണ്ടായിരുന്നു. പള്ളിയിൽ പോകാറുണ്ട്, കുമ്പസാരിക്കാറുണ്ട്. ഇവിടുന്ന് വരുന്ന പത്രമൊക്കെ ഞാൻ ബാക്കിയുള്ളവർക്ക് കൊടുക്കായിരുന്നു. ഇവിടുന്ന് വരുമ്പോഴൊക്കെ ഞാൻ പത്രം വാങ്ങും. ഞാൻ പോകുന്ന ഒന്നല്ല പോസ്റ്റലിൽ അയച്ചു കൊടുക്കും, എൻ്റെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കും. ഇവിടുത്തെ ഈ അച്ഛൻ്റെ പ്രസംഗത്തിൻ്റെ ലിങ്കും ഒക്കെ അയച്ചു കൊടുത്ത് എല്ലാവരോടും കാണാനും കേൾക്കാനൊക്കെ പറയും. അപ്പം ഞാൻ പറഞ്ഞത് ശേഷം 4 പേര് എൻ്റെ ഉടമ്പടി ഞാൻ പറഞ്ഞ ശേഷം ഓൺലൈനായിട്ടാണ് അവർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ, അവൻ വിസിറ്റിംഗ് വിസയിൽ ബിടെക് കഴിഞ്ഞിട്ട് ഗൾഫിൽ പോയി. അപ്പോൾ അവൻ വിസിറ്റിംഗ് വിസേൻ്റെ കാലാവധിയും കഴിഞ്ഞു. അവൻ തപ്പിയിട്ട് ജോലിയൊന്നും കിട്ടിയില്ല. പക്ഷേ അവൻ എന്നോടൊന്നും അങ്ങനെ പറഞ്ഞില്ല. ഞാനൊരു ദിവസം അവൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൻ്റെ പപ്പ ഭയങ്കര സങ്കടപ്പെട്ടിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, അവനിങ്ങനെ പോയി കിട്ടിയില്ല, ജോലി കിട്ടിയില്ല, നീ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസമാവോ ഇല്ലയോ എന്നറിയത്തില്ല, നിങ്ങൾ അവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുക. നമ്മുടെ മനുഷ്യൻ്റെ ചിന്തയ്ക്കും ബുദ്ധിയിലേക്കാട്ടൊക്കെ ഉപരിയായിട്ടാണ് അവിടെ കാര്യങ്ങൾ നടക്കണേ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ലിങ്കൊക്കെ അയച്ചു കൊടുത്തു. അവരെടുത്തോന്ന് അറിയത്തില്ല. പിന്നെ അവനും എൻ്റെ കൂട്ടുകാരനും ഇതേപോലെ പറഞ്ഞു കൊടുത്തു. അവന് ഓൺലൈൻ ഉടമ്പടി എടുത്തു. കഴിഞ്ഞ ദിവസം അവനൊരു കമ്പനിയിൽ ജോലി കിട്ടി. 70,000-80,000 എത്ര ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞു. ഇതും മാതാവിൻ്റെ അനുഗ്രഹത്താൽ അവന് കിട്ടിയതാണ്. ദൈവത്തിന് നന്ദി. പരിശുദ്ധ അമ്മയ്ക്ക് തിരുക്കുമാനൂരായിരുന്നതറിയാം. ജോസിൻ്റെ സാക്ഷ്യം വലിയൊരു സാക്ഷ്യമാണ്. ജോസ് പറയണത്, ഞാനിവിടെ എൻ്റെ സഹോദരൻ്റെ കൂടെയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് വന്ന സമയത്ത് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ദേവാലയത്തിൻ്റെ മൂലക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുവാണ്. എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാം പറയുന്നുണ്ട്, പക്ഷേ ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാനിങ്ങനെ അലസനായിട്ടിരിക്കുന്നതാണ്. പക്ഷേ എങ്കിലും ചേച്ചി നിർബന്ധിച്ചതിൻ്റെ പ്രകാരം ഉടമ്പടി എടുത്തു. അപ്പോൾ അതുപോലെ തന്നെ വീട്ടിൽ ചെറുപ്പം മുതലേ അമ്മ പറയാറുണ്ട്, നമുക്കൊരു കുഞ്ഞ് ഭവനം കിട്ടാൻ വേണ്ടിയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്.
അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒന്നും ആകുന്നില്ലായിരുന്നെന്നാണ് പറയണം. അപ്പോൾ അതിനുശേഷമാണ് വീണ്ടും ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ വീണ്ടും സഹോദരി പറഞ്ഞു, മോനെ എടാ നീ അത് ഉടമ്പടി നല്ലപോലെ ഒന്നുകൂടെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ വരാൻ പറ്റുന്ന സാഹചര്യമല്ല. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയതിന് ശേഷം പറയുകയാണ്, ഇത് എങ്ങനെ സാധിച്ചെന്ന് പോലും അറിയാൻ പാടില്ല, എൻ്റെ അപ്പായ്ക്ക് പോലും അറിയാൻ പാടില്ല ഈ ഇത്രയും സാമ്പത്തികം എങ്ങനെ എൻ്റെ കയ്യിൽ വരണമെന്ന്. അപ്പോൾ പലരും ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും വിദേശത്ത് നിന്ന് സഹായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരാരും ഒന്നും സഹായിച്ചിട്ടില്ല. അവർ പോലും അറിയാത്ത രീതിയിൽ സാമ്പത്തികമെന്ന് നിറഞ്ഞിട്ട് പറയുകയാണ്, വലിയൊരു ഭവനം, ശരിക്കും ഇവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭവനം, അതിൻ്റെ അകത്തായിട്ട് ഇനി ഒരു മെയിൻ്റനൻസ് വർക്കും ഇല്ലെന്നാണ് പറയുന്നത്. മതിൽ കെട്ടി എല്ലാ കാര്യങ്ങളും, ഇനി ആ ഭവനത്തിട്ട് ഒന്നും ചെയ്യാനില്ല, അത്രത്തോളം മനോഹരമായിട്ടുള്ളൊരു ഭവനം 20 വർഷങ്ങൾക്ക് ശേഷം ഈ മകൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അത് ദൈവമാതാവ് കൊടുത്ത് അനുഗ്രഹിച്ചു. 1000-ഓളം പേരും അവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് അതിൻ്റെ ആശീർവാദ കർമ്മം പോലും ഇവർ നടത്തുന്നത്. ഇനി അതിൽ ഈ ഒരു സാക്ഷ്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ചിലരൊക്കെ ഉടമ്പടി ചെയ്തിട്ട് ഇട്ടിട്ട് പോകുന്നവർ ഈ ഒരു സാക്ഷ്യം കാണുന്നത് നല്ലതാണ്. കാരണം ഈ മകൻ ഒന്ന് ഉടമ്പടി എടുത്തിട്ട് അത് ഫോളോ ചെയ്യാതിരുന്ന മനുഷ്യനാണ്. പക്ഷെ രണ്ടാമത് വീണ്ടും അമ്മ മാതാവിനോട് ശരണം വെച്ചുകൊണ്ട് ചെയ്യാഞ്ഞ കാര്യം വീണ്ടും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പറയുകയാണ്, ഞാനിപ്പോൾ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല, പത്രം കൊണ്ട് എല്ലാവരുടെ ഭവനത്തിലും കൊടുത്ത് അമ്മ മാതാവിൻ്റെ നാമം പറയും, ഇനി ഷെയർ ചെയ്യും, പ്രാർത്ഥിച്ച് ഷെയർ ചെയ്യും, ദേവാലയത്തിൽ പോകും, ഒരിക്കൽ പോലും മുടങ്ങാറില്ല, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യും, ഞാൻ എല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ സാക്ഷ്യം കേട്ടാം, എൻ്റെ കസിൻ ചേട്ടനെ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ കസിൻ ചേട്ടനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം, അമ്മേ മാതാവേ എനിക്ക് കടബാധ്യത കയറി കിടക്കണം, നീ ഒന്ന് നോക്കണേ എന്ന് ഒരു വാക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ പറയുകയാണ്, ആഫ്രിക്കയിൽ ജോലി ലഭിച്ചു, ഇനി കിട്ടിയെടുത്താണ് പറഞ്ഞത്, ബെൻസ് കാറിൽ വന്നാണ് കൂട്ടിക്കൊണ്ട് പോയെന്നാണ് പറയണത്. അതായത് ഒരു ദിവസം 2000-3000 രൂപയെങ്കിലും വാടക വരും, അങ്ങനത്തെ ഒരു ഭവനം, അങ്ങനത്തെ ഒരു വാസസ്ഥലം ഒരുക്കി കൊടുത്തു. ഇപ്പോൾ ജോലിയിൽ നന്നായിട്ട് പോകുന്നു. ഇനി കസിൻ ചേച്ചിക്കൊണ്ടായ അനുഭവം പറഞ്ഞ, സെറ്റ് എക്സാമിന് പോയപ്പോഴത്തേക്ക് ഹോൾ ടിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ ഈ മകനോട് പറഞ്ഞു, ഇവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പറയുന്നത്, ചേച്ചിയുടെ ചെവിയിൽ വന്ന് ആരോ പറയുകയാണ് സൂപ്പർ മാർക്കറ്റ് എന്നാണ് പറയണത്. അപ്പോൾ ഈ സഹോദരി അവിടെ ചെന്ന് ചോദിച്ചു, പ്രിൻ്റർ ഉണ്ടാകുന്ന ചോദിച്ചാൽ പറഞ്ഞ് അവർ വിൽക്കാനാണെന്ന് ഓർത്ത് ഇല്ലാന്നുകൊണ്ട് പുറത്തോട്ട് പറഞ്ഞു വിട്ടപ്പോൾ അവിടെ പ്രിൻ്റ് എടുത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നുണ്ട്, ഇതുപോലെ ഒന്ന് എടുത്തു തരുവാന്ന് ചോദിച്ചു. അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റ് ഉടമ ചോദിച്ചത്, ഈ സൂപ്പർ മാർക്കറ്റ് പ്രിൻ്റർ ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? അപ്പോഴാണ് പറയണത്, എൻ്റെ ചെവിയിൽ വന്നിങ്ങനെ ആരോ പറയുന്നു, അതായത് പരിശുദ്ധ അമ്മ മാതാവ് പറഞ്ഞിട്ടാണ്. അങ്ങനെ ആ സഹോദരിക്ക് പ്രിൻ്റ് എടുത്ത് കിട്ടി, ഹോൾ ടിക്കറ്റ് പരീക്ഷ എഴുതി. പറയുകയാണ് 120 പേര്, ശരിക്കും ഒരു വലിയ തലത്തിൽ 120 പേരാണ് സെലക്റ്റഡ്, അതിൻ്റെ അകത്ത് ഒരാളാണ് ഈ സഹോദരി. അപ്പോൾ വലിയ അത്ഭുതങ്ങളാണ് നടന്നിരിക്കുന്നത് ഈ മകനിലൂടെ. പിന്നെ പലരും ഓൺലൈൻ ഉടമ്പടി എടുത്തു, സുഹൃത്തിന് ഇപ്പോഴൊരു ജോലിയായി. അതായത് ദൈവമാതാവിൻ്റെ വലിയൊരു കരുതൽ ഈ ഒരു സാക്ഷ്യത്തിൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതായത് നമ്മൾ ചെയ്യുന്നത് കറക്റ്റായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ അത് ദൈവമാതാവ് തീർച്ചയായിട്ടും നൽകിയിരിക്കും, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഉടമ്പടിയിൽ വിശ്വസത പുലർത്താൻ വേണ്ടി ഈ ഒരു സാക്ഷ്യം നമ്മളെ വളർത്തട്ടെ. ദൈവമാതാവിൻ്റെ കൃപയ്ക്കും ഈ സഹോദരൻ ലഭിച്ച അനുഗ്രഹത്തിനും ദൈവത്തിനും നന്ദി പറയാം. യേശുവേ ആരാധന.